സ്ഥിരമായിട്ട് എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ അനന്തപുരി തറവാട് വിട്ടൊക്കെ പോയിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ആദർശിനെ കാണാൻ വേണ്ടി ഗസ്റ്റ് ഹൗസിലാണെങ്കിൽ നമ്മൾ കിരണാണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഇപ്പോഴേ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിലാണ് നിങ്ങൾക്ക് ഒരു ഷോക്കും കാര്യങ്ങളും. അതിന് നീ ആണെങ്കിൽ അനന്തപുരി തറവാട് വിട്ട് ഇറങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു, നിനക്ക് അവിടെ നിന്നത് കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ നമ്മൾ ആദർശിൻ്റെ അടുത്താണെങ്കിൽ കിരൺ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഇനി ഞാൻ സത്യാവസ്ഥകളും കാര്യങ്ങളും എല്ലാം മുത്തശ്ശനെ ഞാൻ മനസ്സിലാക്കി കൊടുത്തിട്ട് ഞാൻ ഇനി അങ്ങോട്ട് കയറത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ആദർശ് പറയുകയും ചെയ്യുന്നുണ്ട്, എന്തായാലും അവിടെ നിന്നിട്ട് എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ലടാ. കാര്യം ഞാനാണെങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇപ്പം എൻ ജ്വല്ലറിയുടെ മോഡലിംഗ് ആണല്ലോ നവ്യ ആണെങ്കിലും. അപ്പോൾ പിന്നെ നവ്യ ആണെങ്കിലും ബാക്കിയുള്ളവരൊക്കെ അഭിയാണെങ്കിലും അവർക്ക് ഓരോന്നൊക്കെ ഒറ്റി കൊടുക്കും. അതാണല്ലോ ഇപ്പോൾ എനിക്കും സംഭവിച്ചത്. 2 വട്ടം ഞാൻ പോകുന്ന സമയത്താണെങ്കിലും എന്നെ ഈ ശത്രുക്കൾ ഇങ്ങനെ പിന്തുടരാൻ കാരണം അവിടെ നിന്ന് ഇങ്ങനെ ആരെങ്കിലും ഒറ്റി കൊടുത്തതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദർശം കിരണും ആണെങ്കിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ആദർശം അവിടെ നിന്ന് പോകുന്ന ടൈമിലാണെങ്കിലും നമ്മൾ നയനയ്ക്കാണെങ്കിൽ വയറുവേദനയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം മൊത്തത്തിൽ നയനയാണെങ്കിൽ ആകെ പേടിച്ചൊക്കെ ഇരിക്കും, ഇനി വയറുവേദന വന്ന് കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെ ഉള്ളൊരു പേടിയും കാര്യത്തിലൊക്കെ നമ്മൾ നയനയാണെങ്കിലും ആ ഒരു ടെൻഷനിലൊക്കെ ഇരിക്കുകയാണ്. നമ്മളെ ദേവ്യാനെയാണെങ്കിലും മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അവളെന്തായാലും ഈ സമയത്താണെങ്കിലും മോള് നല്ല സന്തോഷവും കാര്യമായിട്ട് ഇരിക്കേണ്ട ആ ഒരു ടൈമിൽ മോക്കാണെങ്കിൽ എന്നും ടെൻഷനും ഓരോ പ്രശ്നങ്ങളും ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ്റെ അടുത്തേക്കാണെങ്കിൽ നമ്മളെ ദേവ്യാനി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന നമ്മളെ കിരണാണെങ്കിൽ നമ്മളെ ആദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നീ ഇപ്പം ഇങ്ങനെ ഇറങ്ങി വരണ്ടായിരുന്നു, ഇറങ്ങി വന്ന സ്ഥിതിക്ക് എന്തായാലും ഇപ്പം നീ അവിടെ നിന്ന് മാറുമ്പോൾ അവിടെ ഉള്ളവർക്കാണെങ്കിലും ഇപ്പോൾ അതിൻ്റെ അപ്പച്ചിക്കാണെങ്കിലും അബിക്കൊക്കെ ആണെങ്കിലും ശത്രുക്കൾക്കൊക്കെ ആണെങ്കിലും ഒക്കെ നല്ല സന്തോഷമായിരിക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നമ്മൾ ആദർശം പറയുന്നുണ്ട്, അതല്ലെങ്കിലും ഇപ്പം ആ ശത്രുക്കൾക്കൊക്കെ ആണെങ്കിലും സന്തോഷമേ ഉള്ളൂ. കാര്യം ആ രീതിയിലാണ് മുത്തശ്ശൻ്റെ അടുത്ത് പെരുമാറുകയും മിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ അവിടെ നാണം കെട്ട് നിൽക്കേണ്ടല്ലോ എന്ന് ഓർത്താണ് ഞാൻ അവിടുന്ന് വീട്ട് വിട്ട് ഇറങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. ആലോചിച്ചപ്പോൾ ശരി, എന്നാൽ എൻ്റെ നിരപരാധിത്വം ഞാനായിട്ട് മുത്തശ്ശനെ തെളിയിച്ച് കൊടുത്തിട്ട് ഞാൻ ഇനി അവിടെ കയറത്തുള്ളൂ എന്നുള്ള ആ ഒരു തീരുമാനം എടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ കിരണം പറയുന്നുണ്ട്, അത് നീ പറയുന്നത് ശരി തന്നെയാണെന്നൊക്കെ കിരണം പറയുന്നു. കിരണാണെങ്കിൽ നമ്മൾ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ മുത്തശ്ശനാണെങ്കിലും നിൻ്റെ അടുത്ത് ഇപ്പോൾ ഇങ്ങനെ പെരുമാറുന്നത് നീ ആണെങ്കിൽ ഇപ്പോൾ മുത്തശ്ശൻ പോട്ടെ എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ നീ ഇതൊരു നിസ്സാരമായിട്ട് കാണുമെന്നുള്ളൊരു ഇതുകൊണ്ടായിരിക്കും മുത്തശ്ശൻ അങ്ങനെ പെരുമാറുന്നത്. ചിലപ്പോൾ ഇനിയിപ്പോൾ നീ എൻ്റെ അടുത്ത് ഇങ്ങനെ മിണ്ടാതെയും ഒക്കെ ഇരിക്കുന്ന ടൈമിലാണെങ്കിൽ നീ ആണെങ്കിൽ ഈ ശത്രുക്കളെ അന്വേഷിച്ച് ഇറങ്ങുമെന്നൊക്കെ ഉള്ളൊരു കാര്യം മുത്തശ്ശന് തോന്നിക്കാണുമായിരിക്കും. എങ്കിലും നീ ആ ശത്രുക്കളെയൊക്കെ കണ്ടുപിടിച്ചിട്ട് നീ വിജയം കൈവരിച്ച് നീ തിരിച്ചു വരത്തുള്ളൂ എന്നൊക്കെയുള്ള ഒരു വിശ്വാസം മുത്തശ്ശനുണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ കിരൺ പറയുന്ന സമയത്താണെങ്കിൽ ആദർശ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ മുത്തശ്ശൻ എൻ്റെ അടുത്തെങ്കിലും പറയായിരുന്നല്ലോ എന്നെ കണക്കാണെന്ന്. പക്ഷേ മുത്തശ്ശൻ അങ്ങനെയൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ, ഇനി മുത്തശ്ശൻ്റെ മനസ്സിലിരിപ്പോൾ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. എന്നിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, ഇനി മുത്തശ്ശൻ ഇനി വെറുത്തോ എന്നെ ഒന്നും എനിക്കറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ കിരൺ പറയുന്നുണ്ട്, എന്തായാലും നീ വിഷമിക്കേണ്ട, നമുക്ക് എന്തായാലും നാളെ ഇതിനെക്കുറിച്ച് എന്തായാലും നമുക്കൊന്ന് അന്വേഷിച്ച് നമുക്ക് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദർശം കിരണും ആണെങ്കിൽ പിറ്റേന്ന് ഇവർ ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അന്ന് മീറ്റിങ്ങിന് ആരാണ് പങ്കെടുത്തതെന്നും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്താണെങ്കിലും നമ്മൾ അവന്തികയാണെങ്കിൽ ആദർശ് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് പറയുന്നുണ്ട്, ഇത് അവന്തികയാണല്ലോ, ഇവളെന്താ ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്, ഇവക്കാണെങ്കിൽ ഇവിടെ കൂട്ടുകാരും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ എന്താ ഇവളിങ്ങനെ കറങ്ങി നടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ കിരണാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും എന്തായാലും അവളെ വിശ്വസിക്കാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല, സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കില്ല എന്നല്ലേ പറയുന്നത്. അപ്പോൾ പിന്നെ നീ ആരെയും അങ്ങനെ മൊത്തത്തിലൊന്നും വിശ്വസിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ അവന്തിക്ക് അങ്ങോട്ട് പോയിട്ടാണെങ്കിൽ ഒരാളടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവർക്ക് ഫേസ് കാണാൻ പറ്റുന്നില്ല, അല്ലാത്ത രീതിയിൽ അവരിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കാണല്ലോ ആദർശ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇവളിത് ആരുടെ സംസാരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവന്തികയാണെങ്കിൽ ഒരു കോട്ട് സൂട്ടൊക്കെ ഇട്ട് ഒരാളത്തൊക്കെ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കിരണാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് നോക്കാം, അങ്ങോട്ട് പോയി നമുക്ക് ഇങ്ങനെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ പോയി ഇങ്ങനെ നോക്കുന്ന സമയത്താണെങ്കിൽ ആദർശാണെങ്കിൽ നമ്മൾ അവന്തിക സംസാരിക്കുന്ന അയാളെ കാണുമ്പോൾ ആദർശാണെങ്കിൽ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആദർശ് പറയുന്നുണ്ട്, ഇത് ജലജപ്പച്ചിയുടെ ഭർത്താവാണല്ലോ. ആദർശ് പറയുന്ന സമയത്താണെങ്കിൽ കിരൺ പറയുന്നുണ്ട്, കണ്ട അപ്പോൾ ഇവള് നിങ്ങൾ വിചാരിക്കുന്ന കണക്കുള്ള ആളൊന്നുമല്ല, ഇവളെ അച്ഛനെ വരെ വരുത്തിയിട്ട് ഇവരെന്തോ ഇവിടെ വലിയ ഗൂഢാലോചനകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ എന്നൊക്കെ കിരണാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ ആദർശിൻ്റെ അടുത്ത്. ആ സമയത്താണെങ്കിൽ കിരൺ പറയുന്നുണ്ട്, എന്തായാലും ഇവർ നിങ്ങളെന്തായാലും സൂക്ഷിച്ചോ, എന്തായാലും ഇവരെന്തായാലും നല്ലൊരു കാര്യത്തിന് വേണ്ടി ഇവരിങ്ങനെ ഗൂഢാലോചനയൊക്കെ പുറത്ത് വെച്ച് നടത്തേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അതുപോലെ നീ പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോഴത്തേക്ക് അയാൾ എന്തായാലും ഇങ്ങനെ വന്ന് സ്നേഹത്തോടൊന്നും അയാൾ പെരുമാറത്തില്ലല്ലോ, എന്തായാലും അന്നത്തെ ആ ഒരു സംഭവം വെച്ച് നോക്കുമ്പോൾ നിങ്ങളടുത്ത് ശത്രുത മാത്രമേ അയാൾക്ക് കാണത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, എന്തായാലും ആദർശം നീ ഉറപ്പിച്ചോ, നിങ്ങളുടെ ശത്രു എന്തായാലും അവന്തിക തന്നെയാണ്, അല്ലാതെ വേറെ ആരും അല്ലെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുമല്ല, ഇനി ജലജപ്പച്ചിയാണെങ്കിലും അഭിയാണെങ്കിലും നിങ്ങളുടെയൊക്കെ അഭിനയിച്ച് നിന്നിട്ടാണെങ്കിലും ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള പണിയാണോ എന്നും അറിയത്തില്ല. പിന്നെ അതുമല്ല, ഇപ്പം ഏഞ്ചലറുടെ മോഡലായിട്ടാണെങ്കിലും നവ്യയും ഉണ്ടല്ലോ, പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാം കൂടെ ഇനി ഒരുമിച്ച് നിന്നിട്ടാണോ
നിങ്ങളെ ഇങ്ങനെ പിന്നെ ഉപദ്രവിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കിരൺ. നമ്മൾ ആദർശാണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും ഇവർ ഏഞ്ചലിൻ്റെ അത്ര അവരെ കൂടെ നിന്നൊന്നും ശത്രുതയാവാനൊന്നും ഇവരെ കൊണ്ട് പറ്റുമോ? കാര്യം ജലജച്ചിയുടെ ഭർത്താവ് വന്ന് പോയ സമയത്ത് അയാൾ ഒന്നുമില്ലാതെ വേറെ ഒരു പാപ്പരായിട്ടാണ് അയാൾ ഇവിടുന്ന് പോയത്. അപ്പോൾ പിന്നെ അവരിപ്പം ഇവരാണെങ്കിൽ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ കയ്യിലാണെങ്കിലും ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഏഞ്ചലറി ആണെങ്കിൽ എവിടെ കിടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മൾ ആദർശ് പറയുന്ന സമയത്താണെങ്കിൽ കിരൺ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആദർശ്. കാര്യം ഒരാൾക്ക് മനസ്സിൽ ശത്രുത തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയെങ്കിലും വിജയിക്കാനാണ് അവരെ മനസ്സിൽ കൂടുതലും തോന്നത്തുള്ളൂ എന്നൊക്കെ നമ്മൾ കിരൺ പറയുന്നുണ്ട്. എന്നിട്ട് കിരൺ പറയുന്നുണ്ട് എന്തായാലും നീ ഇനിയിപ്പോൾ ഇവർ തന്നെയാണ് നിങ്ങളെ ശത്രുക്കളെന്ന് വിചാരിച്ചിട്ട് ഇവർ പിറക്കെ തന്നെ നമുക്ക് എന്തായാലും അന്വേഷണമായിട്ട് പോകാമെന്നൊക്കെ കിരണാണെങ്കിലും ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. എന്തായാലും ഇനി അവന്തികയുടെ പിറക്കെ തന്നെ എന്തായാലും അന്വേഷണമായിട്ട് പോകാമെന്നൊക്കെ ഒരു തീരുമാനം അവരെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.